സുബ്രഹ്മണ്യ മുതലാളി എൻ്റെ വീട് വിൽക്കാനായിട്ട് AP നാരായണൻ സാർ വന്നപ്പോഴാണ് എന്നെ കണ്ടിട്ട് തമിഴ് പടത്തിൽ വിളിച്ചത്. എവൻച്വലി ആ വീട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് വെച്ചാൽ വീട് വിറ്റ് ഒരു വാടക വീട്ടിലേക്ക് ആ കുടുംബം മാറുന്നൊരു സിറ്റുവേഷൻ ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു തകർച്ച കണ്ടു അല്ലേ? തകർച്ച ബിക്കോസ് അമ്മ സെഡ് ഇപ്പോൾ ഈ വീട് വലിയ വലിയ റൂംസ് ഉണ്ടെന്നല്ലാതെ നിങ്ങളൊക്കെ വളർന്നു, നിങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ഈ വീട്ടിലില്ല, എല്ലാം കുറേ ഹാൾസ് ഉണ്ട്. അങ്ങനെയാണ് ആ വീട്, അന്നത്തെ ഒരു ടൈപ്പിലെ വീട്. സോ നമുക്ക് മന്ദവള്ളിയിൽ വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ളത് പോലെ വീട് പണിതിട്ട് അങ്ങോട്ടങ്ങ് മാറിയാൽ പോരാ, അപ്പോൾ ഇത് വിട്ടിട്ട് നമുക്ക് വേറെ വീട് പണിത് പോവാം. അങ്ങനെയായിരുന്നു വേറെ വീട് പണിത് പോയത്. അതിനായിട്ട് ഒരു LICയിൽ കടം വാങ്ങിക്കാൻ പോയിട്ടാണ് ഇതിങ്ങനെ വർദ്ധിച്ച്. ഈ ആക്സിഡൻറ്റ് കാരണം ഒരു വലിയ ഗ്യാപ്പ് വന്നില്ലേ, അതായിരുന്നു ഫിനാൻഷ്യൽ തകർച്ചയുടെ തുടക്കം. അപ്പോഴും അത് ഞാൻ അറിയുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടേണ്ടതൊക്കെ രാജകീയമായിട്ട് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 1-2 കാറ് വാനിഷ വന്നു. ഒരു ദിവസം ഒരു പുതിയ അംബാസഡർ കാർ വരുന്നു, 565. ആ കാറാണ് ആക്സിഡൻ്റ് ആയത്. അതിൽ പിന്നീട് കാറ് വാങ്ങിച്ചിട്ടില്ല അമ്മ. ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോയതിന് ശേഷം ടാക്സിയായി. അപ്പോൾ ഈ വീട് പണിത് വിചാരിച്ചതുപോലെ അതിൽ ഒതുങ്ങിയില്ല, കുറേ കൂടി കടം മേടിക്കേണ്ടി വരും. ഈ കടം വാങ്ങിച്ച കടം എങ്ങനെ തിരിച്ച് അടയ്ക്കണം എന്നുള്ളതിൽ അമ്മയും അച്ഛനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അച്ഛൻ കുഡ് നോട്ട് ഹാൻഡിൽ ദ ഫാമിലി ഫിനാൻഷ്യലി. സോ എൻ്റെ അമ്മയുടെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അതിൽ 2 കസിൻ ബ്രദേഴ്സിൽ ഒരാൾ ക്യാമറമാനായിട്ട് വീട്ടിൽ നിന്ന് പോയി. ഹി എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ഓൺ ഫാമിലി. ആ കല്യാണം അമ്മയാണ് സിലോണിൽ ആദ്യം. ഐ എം ഗോയിങ് ടു ശ്രീലങ്ക ഫോർ ദാറ്റ് വെഡിങ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ അമ്മാവനായിരുന്നു കൂടുതൽ ടിക്കറ്റ്സ് വാങ്ങിക്കാൻ പോകുന്നതും അത്. സോ ദർ വാസ് ഓൾവേസ് എൻ ഈഗോ ക്ലാഷ് ബിറ്റ്വീൻ ഓൾ ദ മെൻ. ആൻഡ് മൈ മദർ വാസ് ലൈക്ക് ബൈ ദ ടൈം ഷീ ഹാസ് ബിക്കം ലൈക്ക് എ ഷോക്ക് ഒബ്സർവർ. ഒരുമാതിരി എന്ത് പറഞ്ഞാലും ഒരു റിയാക്ഷൻ ഇല്ല. ഈ കായൽ വാങ്ങിച്ച് ഈ കായലിടും. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കും, അച്ഛൻ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒന്നും തോന്നുന്നില്ലേ, അമ്മ എന്തേ കരയാത്തതെന്ന്. അപ്പോൾ അമ്മ പറയും, കരയാനൊന്നും പാടില്ല, കരഞ്ഞാൽ വൈകുന്നേരം പോയി പാടാൻ പറ്റില്ല, തൊണ്ട ചീത്തയാവും. പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടീസാണ്. വി ഓ അവർ ലൈഫ് ടു ദെം. സോ ഇറ്റ് ഈസ് അവർ പ്രൈം ഡ്യൂട്ടി ടു മേക്ക് ദം ഹാപ്പി. ദെൻ കംസ് അവർ ലൈഫ്. അത് സെക്കൻഡറി ആയിട്ട് വെക്കണം. ഇത് നമ്മുടെ പ്രധാനമായ കടമ എന്ന് പറയുന്നത് ജനങ്ങളെ സന്തോഷിപ്പിക്കും. ഈ ഫാമിലിൻ്റെ ഈ താഴേക്കുള്ള ഈ പോക്ക്, അതിനിടയിലാണ് നിങ്ങളൊരു ആക്ടറായി വരുന്നത് അല്ലേ? യെസ്. അവിടെയാണ് ഞാൻ ആ പുതിയ വീട്ടിൽ പോയതിനു ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഒരു വെഡ്ഡിങ് പ്രപ്പോസൽ വന്നപ്പോൾ, എൻ്റെ SSLC കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് അമ്മ പറയുന്നത്, നീ ഇപ്പോൾ കല്യാണത്തിനെ പറ്റി ചിന്തിക്കേണ്ട, 2-3 വർഷം കൂടെ അഭിനയിച്ചിട്ട് മതി, ഇങ്ങനെ കടമൊക്കെ ഉണ്ടെന്ന്. അപ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത്. സോ ഐ ടോൾഡ് ദാറ്റ് ബോയ് that this is my situation. I can also, if you want to confirm the thing, you can confirm it. We can get married after 4 years. അപ്പോൾ അത് അവർക്ക് they were not willing. എന്നെക്കാൾ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോഴേ പുള്ളി he was I think some 30 years old. ഇപ്പോൾ ഓർമ്മയുണ്ടോ അമ്മൊക്കെ വന്ന് പെണ്ണ് കാണാൻ വന്നതൊക്കെ? ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമോ? വന്ന പെണ്ണ് കാണാൻ അങ്ങനെ ഒരു കൺസർവേറ്റീവായിട്ട് ഫാമിലിയുമായിട്ടൊന്നും വന്നില്ല. He came alone. He just came alone because I wanted to talk to him. Otherwise my he was a grandson of a great patriotic poet called Namakkal Kavinyar. In those days, like Gopalkrishna Bharati and Bharatiyare pole Namakkal Kavinyar എന്നും പറഞ്ഞിട്ട് they were not Brahmins, but still my father was willing because my father is also കതറൊക്കെ ഇട്ട് ജയിലൊക്കെ പോയി സ്വതന്ത്ര പാർട്ടിക്ക് വേണ്ടി കുറേ ത്യാഗം ചെയ്ത ആളാണ്. അതുകൊണ്ടുള്ള ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു. സോ ഐ വാണ്ടഡ് ടു ടോക്ക് ടു ദാറ്റ് ബോയ്. സോ ഹീ കെയിം ഹോം. സോ ഐ ടോൾഡ് ഹിം ദിസ് സിറ്റുവേഷൻ. അപ്പോൾ പുള്ളി 1 മാസം ലീവേ ഉള്ളൂ എനിക്ക്. ഞാൻ പറയാം 1 മാസം കൊണ്ട് കല്യാണം കഴിച്ചിട്ട് പോകാന്നുള്ളായിരുന്നു ലക്ഷ്യം. പുള്ളിക്ക് അങ്ങ് കല്യാണം കഴിച്ച് പോകണം, അത് ഞാൻ സമ്മതിച്ചില്ല. സോ അങ്ങനെ അത് when afterwards in 76 when I went to America I saw him, his wife. Really? We all met. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടു. സോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഓർമ്മയുണ്ടോ എന്നെ പെണ്ണ് കാണാൻ വന്നാൾ, മിണ്ടായിരിക്കും. So I went and spoke to them and all. അപ്പോൾ he came and introduced me to his wife. അതൊരു അതിനുശേഷം പിന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? I don't even. പക്ഷെ നല്ലൊരു തമാശയായിരുന്നു അല്ലേ? തമാശ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് എ നൈസ് ഫീലിംഗ് ടു സീ സംബഡി, like that. പിന്നെ
പിന്നെ ഞാനാണെങ്കിൽ സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ എല്ലാം മരിച്ച വീട്ടിലും പോയി ചിരിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് പുറത്താക്കിയിട്ടുണ്ട്. അത്രയും ചിരിക്കാതിരിക്കാനൊന്നും എനിക്ക് പറ്റുകയില്ല. Was he embarrassed when you went across to you? No, he was not like that. മൂപ്പര് വേറൊരു സൊസൈറ്റി ജീവിക്കുന്നതാണ്. He was a very big scientist by then. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ കമ്പൽസറി ആയിട്ട് പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, ഇപ്പോൾ SSCയും കഴിഞ്ഞ് എനിക്ക് കോളേജിൽ പോകണ്ട, എനിക്ക് ദൈവമേ എനിക്കൊരു പടം കൊണ്ടുവരുന്ന പറയുമ്പോഴാണ് ചെണ്ട എന്ന് പറഞ്ഞ പടം വന്നത്. ആ ചെണ്ടയാണ് എൻ്റെ ഏറ്റവും വലിയ ആദ്യം മറ്റേ സത്യൻ്റെ പടത്തിൽ ചട്ടമ്പികവല കഴിഞ്ഞു. അപ്പോൾ കുമാരസംഭവത്തിൽ ഡാൻസ് ആയിരിക്കുന്നു. അവർ തന്നെ സ്വപ്നം എന്ന് പറഞ്ഞൊരു പടം എടുത്തു മെരിലാൻഡിൽ തന്നെ, അത് നല്ലോണം ഓടിയില്ല. ഞാനും വിൻസെൻറ്റും മൊസാറും ഗീതാഞ്ജലിയും അവരൊക്കെ അഭിനയിച്ചൊരു പടം, ശരിക്കും പോയില്ല ആ പടം. അത് പിന്നെ തമിഴിൽ പിന്നെ തിരക്കിൻ്റെ ഒരു പ്രളയമായിരുന്നു, തമിഴിലെ 2-3 പടം, സിനിമകളുടെ ഒരു പ്രളയമായിരുന്നു അല്ലേ. ചെണ്ട റിലീസ് ചെയ്ത് കഴിഞ്ഞ പിന്നെയാണ് ഐ വാസ് ഫ്ലഡഡ് വിത്ത് ഓഫേഴ്സ്. അതൊരു നല്ല എൻ്റെ ഏറ്റവും നല്ല ബ്രേക്കായിരുന്നു. ടിൽ ടുഡേ ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫിലിംസ്. I am very closer to that character.